ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഈസി 4 മണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറുമുറയെ പൊട്ടിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ റവ വറുത്തതോ അല്ലെങ്കിൽ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതുപോലെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തിളപ്പിച്ച ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പുട്ടിനൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്നുള്ളത് കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനിയിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കയ്യിലിങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ടാകുമ്പോൾ നമുക്കിതിലോട്ട് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നല്ലൊരു ടൈറ്റായിട്ടാണ് ഇത് ഉണ്ടാകുക കുഴച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് ചെറിയൊരു പീസ് എടുക്കുക. ഒരു ചെറിയൊരു ബോൾ എടുക്കുക. എന്നിട്ട് ഇതുപോലെ കയ്യിലിങ്ങനെ ഒന്ന് എന്താ പറയുക തിരുമ്മി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പായിട്ട് വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് പകുതി ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ കേക്കുകൾ നമ്മൾ ഐഷ് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ ഞാനും ആക്കി തരട്ടെ എന്നങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ട് നിന്നിട്ട് അങ്ങനെ ഓക്ക് കൊടുത്തതാണ്. അപ്പോൾ ഓളാണ് ബാക്കിയുള്ളതിൽ പരത്തുന്നത്. ഫുള്ളാക്കി എടുക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം റെഡി ആവുള്ളൂ. അപ്പോൾ ബാക്കി പകുതിയുള്ള മാവ് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അധികം തിന്നാക്കി പരത്തണ്ട, കുറച്ചൊരു തിക്നെസ് വേണം ഇതിന്. ഇനി അത് പരത്തിയിട്ടാകുമ്പോൾ ഇതുപോലൊരു മൂടി വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇത് റൗണ്ടിലാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് ഇട്ടെടുക്കാം. എന്നിട്ടൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് 2 വശവും തിരിച്ച് മറിച്ച് വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ പൊരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ക്രിസ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ തിന്നാൻ പറ്റും. ഞാൻ ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 3/4 ടീസ്പൂൺ ചാട്ട് മസാലയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിടുന്ന മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബാക്കി ആ ഒരു നീളത്തിൽ പരത്തിയ സാധനം ഞാൻ ഷുഗർ സിറപ്പാക്കിയിട്ട് ഒരു നൂൽപ്പരുവാകുന്ന സമയത്ത് അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്പൈസി ആയിട്ടുള്ളതാണെങ്കിൽ ഒന്ന് സ്വീറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം എന്താ പറയുക രണ്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു കൂന്തി എന്ന് പറഞ്ഞിട്ടൊരു സ്നാക്കില്ല, ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നല്ല ക്രിസ്പിയാണിത്. അപ്പോൾ ഇത് കുറച്ചധികം അളവിലെടുത്ത് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ദിവസത്തേക്ക് നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റും.
1 മാസത്തോളം നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഒന്നും കേടാകത്തൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.